കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് റിവിഷൻ പ്രോഗ്രാം നീറ്റ് 2026 പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി സൈലത്തിന്റെ XPL 2.0 ബാച്ച് ഇപ്പോൾ റണ്ണായിക്കൊണ്ടിരിക്കുകയാണ്. XPL 2.0യിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന മെറ്റീരിയൽസ് ആണ് എന്റെ മുമ്പിലുള്ളത്. നമുക്ക് ഈ മെറ്റീരിയൽസിന്റെ പ്രത്യേകത എന്താണ്, എങ്ങനെയാണ് നിങ്ങളുടെ സ്റ്റഡി ആൻഡ് റിവിഷന് ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗപ്രദമാവുക എന്നുള്ളത് നമുക്ക് കാണാം. ഞാൻ എടുത്തിരിക്കുന്നത് കെമിസ്ട്രിയുടെ ബുക്കാണ്. നമുക്ക് ഇതേപോലെ +1 കെമിസ്ട്രി, +2 കെമിസ്ട്രി, സിമിലർലി ഫിസിക്സ് ആൻഡ് ബയോളജിക്ക് നമുക്ക് 2 വീതം ബുക്കുകൾ നമുക്ക് കിട്ടും. ഇത് കൂടാതെ ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷതയാണ് നമുക്ക് വൺ ഷോട്ട് ആയിട്ട് എല്ലാ ഇക്വേഷൻസും പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യണം. ഏറ്റവും ചെറിയ ഷോർട്ട് നോട്ടിലൂടെ ഒരു ഫൈനൽ ടച്ചപ്പ് നിങ്ങൾക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മൈൻഡ് മാപ്പുകൾ നിങ്ങൾക്ക് ലഭിക്കും. 2 മൈൻഡ് മാപ്പ് ആയിരിക്കും ഉണ്ടാവുക. ക്ലാസ് 11th and 12th 2 മൈൻഡ് മാപ്പുകൾ നമുക്ക് കിട്ടും. എന്തായാലും കെമിസ്ട്രിയിൽ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ചാപ്റ്റേഴ്സും അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ മെറ്റീരിയൽ ഉള്ളത് എന്നുള്ളതൊന്നും നമുക്ക് ചെക്ക് ചെയ്യാം. ഇപ്പൊ ഞാനിത് +2 മെറ്റീരിയൽസ് എടുക്കുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങൾക്ക് സിലബസിൽ സ്ട്രിക്ട്ലി ബേസ്ഡ് ഓൺ നീറ്റ് 2026 സിലബസിലുള്ള കണ്ടന്റ് മാത്രമേ നിങ്ങൾക്ക് ഇതിൽ ഉണ്ടാവുള്ളൂ. സോ ദർ ഇസ് നോ കൺഫ്യൂഷൻ. ഏതാ പഠിക്കേണ്ടത്, ഏത് ഒഴിവാക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ നമുക്ക് ട്രൂലി 100% ഈ ബുക്കിൽ റിലേ ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് ചാപ്റ്റർ ഞാൻ സൊല്യൂഷനിലേക്ക് വരുമ്പോൾ സൊല്യൂഷനിൽ അതിന്റെ ബേസിക് ഇൻട്രൊഡക്ഷൻസ് പറഞ്ഞിരിക്കുന്നു, കോൺസെൻട്രേഷൻ ടേമുകളെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്തു. സോ ദിസ് ഈസ് വാട്ട് യു ഹാവ് ടു സ്റ്റഡി. ഇതിന് സെപ്പറേറ്റ് ആയിട്ട് ഇനി ഒരു നോട്ട് എഴുതേണ്ട കാര്യം പോലും ഇല്ല. ഓഫ് കോഴ്സ് നമ്മൾ XPL 2.0 ആകുന്ന സമയത്ത് നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സസിന്റെ റിവിഷൻസിന്റെ നോട്ട്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതുകൂടാതെ നിങ്ങൾക്ക് നമ്മുടെ മെറ്റീരിയൽസിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട്സ് ഉണ്ടാവും. ഈ നോട്ട്സിൽ ഞാൻ കോൺസെൻട്രേഷൻ ടേംസും വേപ്പർ പ്രഷേഴ്സും ഐഡിയൽ സൊല്യൂഷൻസ് അങ്ങനെ എല്ലാ കാര്യങ്ങളും വളരെ ക്രിസ്പായിട്ട് വളരെ നീറ്റായിട്ട് നമുക്ക് സ്റ്റേറ്റ്മെന്റുകളെല്ലാം കാണാൻ വേണ്ടി സാധിക്കും. സോ നമ്മൾ ഇങ്ങനെ വൺ ഷോട്ട് ആയിട്ട് എല്ലാം കണ്ടതിന് ശേഷം ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ക്വസ്റ്റ്യൻ. ഡെഫിനറ്റ്ലി ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ഇസ് എ മസ്റ്റ്. നമ്മൾ ക്ലാസ് ചെയ്യുന്ന സമയത്ത് ടീച്ചേഴ്സ് എങ്ങനെയാണ് ഓരോ ടോപ്പിക്കിന്റെയും ക്വസ്റ്റ്യൻസ് നിങ്ങളെ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ ഇല്ലുസ്ട്രേഷൻ നിങ്ങൾക്ക് കിട്ടും. ആൻഡ് ആഫ്റ്റർ ദാറ്റ് യു ഷുഡ് ഡു യുവർ ഓൺ പ്രോബ്ലംസ്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. കാരണം പ്രാക്ടീസിലൂടെ മാത്രമേ നമുക്ക് ടൈം ബൗണ്ടഡ് ആയിട്ട് ആ 180 ക്വസ്റ്റ്യൻസ് 3 hours നമ്മൾ നീറ്റ് എക്സാമിനേഷൻ ഹാളിൽ ചെയ്യുള്ളൂ. സോ സി ഹിയർ, ഞാൻ പ്രിലിമിനറി ആയിട്ട് കണ്ടന്റ് ഒക്കെ മനസ്സിലാക്കിയതിന് ശേഷം ഐ ഹാവ് ലെവൽ 1 ക്വസ്റ്റ്യൻസ്. ലെവൽ 1 റിലേറ്റീവ്ലി ഈസി ആയിരിക്കുന്ന ചോദ്യങ്ങളാണ്. നീറ്റിന് ലെവൽ 1 ടൈപ്പ് ചോദ്യങ്ങൾ എന്തായാലും നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. സോ ആദ്യം ആ ചോദ്യങ്ങൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ആൻഡ് ദെൻ ദർ ഇസ് എ ലെവൽ 2. ഈ ലെവൽ 2 എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് അവിടെ മാച്ച് ദി ഫോളോയിങ് കാണാൻ പറ്റും. സ്റ്റേറ്റ്മെന്റ് ട്രൂ ഓർ ഫോൾസ്. കഴിഞ്ഞ വർഷം കെമിസ്ട്രിയിലൊക്കെ ഏറ്റവും കൂടുതൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആയിരിക്കുന്ന ചോദ്യങ്ങൾ NTA കൂടുതലായിട്ട് ചോദിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ അതിലൂടെ നിങ്ങൾക്ക് പരിചയമാവുന്നതിന് വേണ്ടി വളരെ സിസ്റ്റമാറ്റിക് ആയി നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ട്രൂ ഓർ ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആൻഡ് ഓൾസോ അസേഷൻ റീസൺ ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക. ഇത് കഴിഞ്ഞ ഒരു പൊടിക്ക് മേലെ അല്ലെങ്കിൽ ഏറ്റവും നിലവാരം കൂടിയ ചോദ്യങ്ങൾ ഏതൊക്കെയായിരിക്കും എന്നറിയാൻ വേണ്ടി ഒരു റാങ്ക് ബൂസ്റ്റർ ക്വസ്റ്റ്യൻ സീരീസ് നിങ്ങൾക്ക് അതിൽ കാണാം. ഇത്രയും നമുക്ക് സെൽഫായിട്ട് ചെയ്തു നോക്കാൻ പറ്റും. ആൻഡ് ഡെഫിനറ്റ്ലി നമ്മുടെ PYQs എങ്ങനെയാണ് നീറ്റിന് NTA കഴിഞ്ഞ വർഷങ്ങളിൽ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചത് എന്നറിയാൻ വേണ്ടി സെലക്ടഡ് ആയിരിക്കുന്ന ഏറ്റവും റിവൈസ്ഡ് സിലബസിന്റെ അടിസ്ഥാനത്തിലുള്ള ലാസ്റ്റ് 5 years PYQs നിങ്ങൾക്ക് കാണാം. അതിന്റെ ആൻസർ കീയും വിത്ത് എക്സ്പ്ലനേഷൻ ആണ് നിങ്ങൾക്ക് ഈ ബുക്കിൽ കിട്ടുക. അപ്പൊ എക്സ്പ്ലനേഷൻ കൂടി ഉള്ളത് കൊണ്ട് ഇത് എപ്പോഴും ഒരു സെൽഫ് സ്റ്റഡി മെറ്റീരിയൽ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനും കഴിയും. ബിക്കോസ് യു ഡോണ്ട് നീഡ് എനിത്തിങ് എൽസ്, യു ജസ്റ്റ് നീഡ് ദിസ് ബുക്ക്. ഇത് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാൽ മതി. ഇത് നമുക്ക് സമയത്തിനനുസരിച്ച് ടൈം ബൗണ്ടഡ് ആയി ഓരോ ദിവസവും അല്ലെ ടോപ്പിക് വൈസ് ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് നമ്മൾ ഹെൽപ്പ് ചെയ്യും. ഇതേ മോഡലിലാണ് കെമിസ്ട്രിയുടെ കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. സെയിം ആപ്ലിക്കബിൾ ഫോർ ഫിസിക്സ് ആസ് വെൽ ആസ് ബയോളജി. സെയിം ആണ്. ആദ്യം നിങ്ങൾക്ക് ലെവൽ 1 ക്വസ്റ്റ്യൻസ് കാണാൻ കഴിയും. അത് കഴിഞ്ഞ് ലെവൽ 2 ഉണ്ട്. ബയോളജിയിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് അസേഷൻ റീസൺ ചോദ്യങ്ങളിലൂടെ കടന്നു പോകേണ്ടത്. കാരണം യു ഹാവ് ടു റീഡ് ഇൻ ബിറ്റ്വീൻ ദ ലൈൻസ്. അങ്ങനെ ഏറ്റവും നന്നായി ബയോളജിയിലൊക്കെ നിങ്ങളെ ഭയങ്കര ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന ഒരു മെറ്റീരിയലിന്റെ വലിയൊരു പൂളാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ഇനി നമ്മൾ ഈ ചാപ്റ്റേഴ്സ് ഒക്കെ പഠിച്ച് നമ്മുടെ റിവിഷന്റെ ഭാഗമായി XPL 2.0 ഒരുപാട് എക്സാംസ് എഴുതും. അപ്പൊ എക്സാംസ് എഴുതുന്ന സമയത്ത് യു വോണ്ട് ടു ഹാവ് എ ക്വിക്ക് റിവിഷൻ ആൻഡ് ദർ യു ഹാവ് ദിസ് മൈൻഡ് മാപ്പ്. 11th 12th ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയുടെ മൈൻഡ് മാപ്സ് ആണ്. അപ്പൊ ഈ മൈൻഡ് മാപ്പിലൂടെ നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ എടുത്തിരിക്കുന്ന സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി ഒക്കെ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. അവിടെ ഏറ്റവും ക്രിസ്പായിട്ട് ടോപ്പിക്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ കാണാം. ഈ ടോപ്പിക്കിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ ഓക്കെ, ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസ് എനിക്കറിയാം, ലിമിറ്റിംഗ് റിയേജന്റ് എനിക്കറിയാം. അങ്ങനെ നമ്മൾ ക്യുക്കായിട്ട് നമ്മുടെ മനസ്സിലേക്ക് ഇത് കൊണ്ടുവരികയും ആൻഡ് ദെൻ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിയാൽ എക്സാമിനേഷനിലെ പ്രിപ്പറേഷൻ കുറച്ചുകൂടി എഫക്റ്റീവ് ആകുന്നതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യും.
അപ്പൊ ഇങ്ങനെയുള്ള ഈ സംവിധാനങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന നമ്മുടെ XPL 2.0 ബാച്ചിലേക്ക് ഇപ്പോഴും നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. മാത്രമല്ല XPL 15 എന്ന കൂപ്പൺ കോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 15% ഓഫറിൽ ഈ ബാച്ച് അവൈൽ ചെയ്യാൻ പറ്റും. സോ ആരും ഈ അവസരം മിസ്സാക്കരുത്. Join immediately and make use of this material because this is going to be a great help for you those preparing for NEET 2026. Okay, so wish you all the best.